തൃശൂർ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി ലിവിയ ജോസ് പറയുന്നത് പച്ചക്കള്ളമാണോ? സഹോദരിയുടെ അമ്മയായ ഷീല തനിക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചതാണ് പകയ്ക്ക് കാരണമെന്ന മൊഴി വിശ്വസനീയമാണോ? വ്യാജ ലഹരി കേസിൽ ലിവിയ കുറ്റസമ്മതം നടത്തിയെങ്കിലും പോലീസിന് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. മുംബൈയിൽ വെച്ച് പിടിയിലായ ലിവിയയെ നാട്ടിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അവർ കുറ്റം തുറന്ന് സമ്മതിച്ചത്. സുഹൃത്ത് നാരായണദാസിൻ്റെ സഹായത്തോടെയാണ് കള്ളക്കേസിന് കളമൊരുക്കിയതെന്ന് യുവതി മൊഴി നൽകി. എന്നാൽ സഹോദരിയെ കേസിൽ നിന്ന് രക്ഷിക്കാനാണ് ലിവിയ സ്വയം കുറ്റം ഏറ്റെടുത്തതെന്നാണ് ഷീല സണ്ണിയുടെ സംശയം. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് പ്രതിയായ ലിവിയ ജോസ് കുറ്റസമ്മതമൊഴി നൽകിയിരിക്കുന്നത്. ലിവിയക്കെതിരെ സ്വഭാവദൂഷ്യം ആരോപിച്ചതാണ് ഷീല സണ്ണിയോടുള്ള പകയ്ക്ക് കാരണമെന്നാണ് മൊഴി. കുറ്റകൃത്യത്തിൽ സഹോദരിക്ക് പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. നാരായണദാസിന്റെ സഹായത്തോടെ താൻ ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തത്. ഷീല സണ്ണിയും ഭർത്താവ് സണ്ണിയും തന്നെപ്പറ്റി മോശം അഭിപ്രായം പറഞ്ഞത് അറിഞ്ഞു. ബംഗളൂരുവിൽ മോശം ജീവിതമാണ് താൻ നയിക്കുന്നതെന്നാണ് ഇരുവരും പറഞ്ഞുണ്ടാക്കിയത്. തനിക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ 10 സെന്റാണ് കടം വീടാൻ വിറ്റത്. ഷീലയെ കുടുക്കാനുള്ള പക ഇതായിരുന്നുവെന്നും അന്വേഷണ സംഘത്തോട് ലിവിയ പറഞ്ഞു. ബംഗളൂരുവിൽ പഠിക്കാൻ പോയ ലിവിയ എങ്ങനെ പണമുണ്ടാക്കിയെന്ന ഷീല സണ്ണിയുടെ ശബ്ദ സന്ദേശമാണ് പകയ്ക്ക് കാരണമായത്. വാട്സാപ്പിൽ മകൻ സംഗീതിന് ഷീല അയച്ച ശബ്ദ സന്ദേശം ലിവിയ കേട്ടു. ഇതോടെ ഷീല സണ്ണിയെ നാണം കെടുത്താൻ ലിവിയ തീരുമാനിച്ചു. മനസ്സിൽ വന്ന ആശയം നാരായണദാസിനോട് പറഞ്ഞു. ലഹരി സ്റ്റാമ്പ് ആഫ്രിക്കൻ വംശജനിൽ നിന്നാണ് നാരായണദാസ് വാങ്ങിയത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ലഹരി സ്റ്റാമ്പ് നൽകി ആഫ്രിക്കക്കാരൻ പറ്റിച്ചുവെന്നും ലിവിയ മൊഴി നൽകി. രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ലിവിയയെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ തെളിവുകളടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത്. ലഹരി സ്റ്റാമ്പ് വെച്ചതിൽ ഷീല സണ്ണിയുടെ മരുമകൾക്ക് അറിവില്ലെന്ന് ലിവിയ പറഞ്ഞു. ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയാണ് കേസിലെ മുഖ്യപ്രതിയായ ലിവിയ. ലിവിയ ജോസിനെയും നാരായണദാസിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിദേശത്തായിരുന്ന ലിവിയ ദുബൈയിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴായിരുന്നു പോലീസ് പിടിയിലായത്. ന്യൂസ് 18 തൃശൂർ.